നമ്മുടെ വേണ്ടപ്പെട്ടവരെ വേണ്ട പോലെ പരിചരിക്കുന്ന ഒരു സർവീസ് ചെയ്യുന്ന ഒരു സ്ഥാപനം അല്ലെ. അപ്പം ഞാനിപ്പോൾ അതിന്റെ മുന്നിലേക്ക് വരികയാണെങ്കിൽ സാറിന്റെ എഡ്യൂക്കേഷനൊക്കെ എവിടെയായിരുന്നു, എങ്ങനെയായിരുന്നു? ഞാൻ ബേസിക്കലി ഐ ആം എൻ MBA ഇൻ ഫിനാൻസ് ഫ്രം ബിർള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി. അത് കഴിഞ്ഞ് ഞാനൊരു 8 കൊല്ലത്തോളം അശോക് ലേലാൻഡിൽ ജോലി ചെയ്തു. പിന്നെ HDFC ബാങ്കിലും കോട്ടക് മഹീന്ദ്ര ബാങ്കിലും ഒക്കെ ആയിട്ട് കുറച്ച് നാൾ ചെയ്തിട്ട് ഒരു ലാസ്റ്റ് 9 years വാസ് വിത്ത് ആദിത്യ ബിർള ഫിനാൻഷ്യൽ സർവീസസ്. അപ്പം അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനൊരു ഹോം നേഴ്സ് ഒരു പ്രായമുള്ളൊരു അമ്മേനെ അബ്യൂസ് ചെയ്യുന്ന കാണാനിടയായതും അത് ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറി. അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പം ഒരുപാട് അപ്പന്മാരും അമ്മമാരും വീടുകളിൽ കിടന്ന് കഷ്ടപ്പെടുന്നവരുണ്ട്. മക്കൾ വിദേശത്ത് സ്വന്തം അപ്പനെ അമ്മയെ നോക്കാൻ വേറെ നിവൃത്തികേടും കൊണ്ട്, കാര്യം ഇവിടെ നിന്നാൽ കാര്യങ്ങൾ ഓടണമല്ലോ. അപ്പം പലരും ജോലി തപ്പി പുറത്തു പോകുന്നു. അപ്പം അവരും കൺസേൺഡ് ആണ്. അപ്പം അന്ന് 2015 ഞാനത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഓൾഡ് ഏജ് ഹോംസ് ധാരാളമുണ്ട്, റിട്ടയർമെൻറ്റ് ഹോംസ് ധാരാളമുണ്ട്. പക്ഷേ എങ്ങും നഴ്സിംഗ് കെയർ പ്രൊവൈഡ് ചെയ്യുന്നില്ല. ഇപ്പം നമ്മുടെ നാട്ടിൽ ഹോസ്പിസ് അല്ലെങ്കിൽ കെയർ ഹോം, പാലിയേറ്റീവ് സെൻറ്റർ അങ്ങനെയുള്ളത് വളരെ കുറവാണ്. അപ്പം ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നീഡ് അതിനാണ്. പിന്നെ ഒരു ഹ്യൂമാനിറ്റേറിയൻ അല്ലെങ്കിൽ ഒരു എംപത്തറ്റിക് ആയിട്ട് നമുക്കൊരു മനുഷ്യനെ, ബിക്കോസ് ബി ഫോർ എ ഫാക്ട് നോ ദാറ്റ് വി ആർ ടച്ചിങ് എ ലോട്ട് ഓഫ് ലൈഫ്സ്. കാരണം ഓരോ അപ്പനെയും അമ്മയും നല്ല പരിചരണം കൊടുക്കുക, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ കിട്ടുന്ന ആ ഒരു ചാരിതാർത്ഥ്യം ഉണ്ടല്ലോ, അതാണ് ഞങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സ്. അവരുടെ നെക്സ്റ്റ് ജനറേഷനും അത് കണ്ടുപഠിക്കണം. തീർച്ചയായിട്ടും. അപ്പം സാർ ഇപ്പോൾ ഈ ഒരു സിഗ്നേച്ചറിലേക്ക് വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ഫസ്റ്റ് ടൈമിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അങ്ങനെ എന്തെങ്കിലും സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു? സർവൈവ് ചെയ്തത് എങ്ങനെയാണ്? ഏത് പ്രസ്ഥാനം തുടങ്ങുമ്പോഴും അതിനൊരു ബാലാരിഷ്ടതകളുണ്ടല്ലോ. നാച്ചുറലി ഇറ്റ് വാസ് ദെയർ. ഫസ്റ്റ് ഒരു 2 വർഷം കൊണ്ടൊക്കെയാണ് നമ്മളൊന്ന് നിവർന്ന് നിൽക്കാൻ പറ്റിയത്. കാര്യം ആദ്യകാലത്ത് ഈ പറയുന്ന പോലെ പേഷ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ നഴ്സുമാർ കാണുകയില്ല, നഴ്സുമാർ കൂടുതലുള്ളപ്പം പേഷ്യൻസ് കുറയും, അങ്ങനെയൊക്കെയുള്ള ഇതുണ്ടായിരുന്നു. പിന്നെ ആ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആ ഒരു എഫേർട്ടോടുകൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വന്ന് താമസിച്ചവരും എല്ലാം നല്ല അഭിപ്രായം തന്നെ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അവർ പലരോട് പറയും. അങ്ങനെ ഒരു ഓർഗാനിക് ഗ്രോത്ത് തന്നെയാണ് ഇത്രയും വർഷം കൊണ്ട് ഉണ്ടായത്. പബ്ലിസിറ്റി തന്നെയാണ് കൂടുതൽ. പക്ഷെ അങ്ങനെ ഒരു മേഖലയാണല്ലോ നമ്മൾ ഈ പറയുന്ന പോലെ ആഡ് ചെയ്തിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല. തീർച്ചയായിട്ടും അവര് സർവീസ് അവരെടുത്ത് അവർ എത്രത്തോളം സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് കണ്ടിട്ടാണ് പിന്നീട് അടുത്ത ആളിലേക്ക് വരുന്നതും അവർക്ക് അത് തൃപ്തിയാവുന്നതും. തീർച്ചയായിട്ടും ഓൺ സാറ്റിസ്ഫാക്ഷൻ ആണ് ആക്ച്വലി ഇതിൽ വരുന്നത്. ഇത്രയും വർഷം കൊണ്ട് ഒരു 1600ഓളം മാതാപിതാക്കൾ ഇതുവരെ പരിചരിച്ചു. ഒരു 360ഓളം പേർക്ക് നല്ല മരണം ഒരുക്കി കൊടുത്തു. അതൊക്കെ ഒരു വലിയ അനുഭവ പാഠമാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും ഞാൻ എപ്പോഴും പറയും, ജനിക്കാൻ ഒരു പ്രക്രിയ ഉണ്ട്. അത് സ്റ്റാൻഡേർഡ് പ്രോസസ്സാണ്. 8-9 മാസം എല്ലാവരും വയറ്റിൽ കിടന്ന് കുട്ടപ്പനായിട്ട് കുട്ടപ്പിയായിട്ട് ഇറങ്ങി വരും. പക്ഷെ മരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എത്തും പാടും നമുക്ക് ഒരു ഐഡിയ ഇല്ല നമ്മൾ എങ്ങനെയാണ് മരിക്കാൻ പോകുന്നതെന്നുള്ളത്. അത് ഒരു നല്ല ശതമാനം ആൾക്കാരും കിടന്ന് നരകിച്ച് ബുദ്ധിമുട്ടി, ഒരുപാട് ബുദ്ധിമുട്ടി, മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിച്ച് ഫാമിലിക്ക് കംപ്ലീറ്റ് സ്ട്രെസ് ആക്കിയിട്ടൊക്കെയാണ് പലരും മരിക്കുന്നത്. ഇവിടെയൊക്കെ ഒരു പ്രോബ്ലം എവിടെയാണെന്ന് വെച്ചാൽ പലരും പ്രാക്ടിക്കൽ ആവുകയല്ല. ലാസ്റ്റ് മൂമെൻ്റ് ഓഫ് ലൈഫ് വരുമ്പോൾ കൂടെ നിൽക്കുന്നവരാണ് നമുക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുക. അത് ഇൻവേരിയബിളി ഒരു വൈകാരിക തീരുമാനമായിരിക്കും. എൻ്റെ അപ്പൻ, എൻ്റെ അമ്മ, അല്ല എൻ്റെ സ്പൗസ് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലായിരിക്കും പലരും ട്രീറ്റ്മെൻറ്റിന് പ്രോട്ടോകോൾസ് ഡിസൈഡ് ചെയ്യുന്നത്. ചില മാതാപിതാക്കൾ ഒരായുസ്സും കൊണ്ട് സമ്പാദിച്ച പൈസ അവസാനം ആശുപത്രികൾക്ക് കൊടുത്തിട്ട് വേണം മരിക്കാൻ. ചിലർ മക്കൾക്ക് കടവും വരുത്തി വെച്ച് പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെയൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ നിയന്ത്രണത്തിലല്ല പല കാര്യങ്ങളും. ഞാനെപ്പോഴും പറയും നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. കാര്യം ഒരു പ്ലാനിങ്, ഒരു ഡെത്തിനും ഒരു പ്ലാനിങ് വേണം. കാര്യം നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിനും നമ്മൾ എല്ലാം കരുതി വെച്ച് സ്വന്തം അവസാന സമയം എങ്ങനെയെന്ന് അറിയാൻ മേലാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അല്ല, നമ്മൾ എന്തിനൊക്കെയോ വേണ്ടി ഓടുന്നുണ്ട്. ഈ ഓടിക്കഴിഞ്ഞിട്ട് നമ്മൾ ലൈഫ് ഒന്ന് നമ്മൾ പീസ്ഫുള്ളായിട്ട് മരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇനിയെങ്കിലും ഒന്ന് സമാധാനമായിട്ട് ഇരിക്കണം ചിന്തിക്കുന്ന സമയത്തായിരിക്കുള്ളൂ ഇതുപോലുള്ള സ്ഥാപനങ്ങളുടെ ഒരു പ്രസക്തി വരുന്നത്. അപ്പോൾ എത്ര സ്ഥാപനങ്ങളാണ് സാറിനിപ്പം ആക്ച്വലി ഉള്ളത്? ഞങ്ങൾ തുടങ്ങുമ്പോൾ 2015 ചളിക്കവട്ടം വെണ്ണലയിലുള്ള ആദ്യത്തെ യൂണിറ്റിൽ അവിടെ 80 പേര് താമസിക്കുന്നുണ്ട്. അത് ഒരു പക്ക ഹോസ്പിസ് ആണ്. ടെർമിനലി ഇല്ലായിട്ടുള്ളവർ, ലാസ്റ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിൽ കൂടെ പോകുന്നവർ, മെജോറിറ്റി ബെഡ് റിഡൻ ആയിരിക്കും, അല്ലെങ്കിൽ അതുപോലെ അഗ്രസീവായിട്ടുള്ള അൽഷേമേഴ്സ് ഒക്കെ ഉള്ളവരായിരിക്കും. രണ്ടാമത്തെ യൂണിറ്റ് കാക്കനാടാണ്. അത് കുറച്ചുകൂടെ ഏബിൾ ബോഡീഡ് ആണ്. പക്ഷേ അവർക്ക്
ഒരു സഹായം വേണം. അവരുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ കുളിപ്പിക്കാനോ കഴുകാനോ ഒക്കെ പോകണമെങ്കിൽ ഒരാൾ പിടിക്കണം. ആ ഒരു സ്റ്റേജിലൊക്കെ നടക്കാനൊക്കെ പിടിച്ചാൽ നടക്കും, അല്ലാതെ നടക്കുന്നവർ കാണും. പക്ഷെ ചെറിയ മെമ്മറി ലോസ് കാണും. അങ്ങനെയൊക്കെയുള്ള ഒരു കോമ്പിനേഷൻ ഓഫ് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ദേ ആർ റിലേറ്റീവ്ലി ബെറ്റർ ഓഫ് ദാൻ പീപ്പിൾ ഇൻ ചളക്കവട്ടം, കാക്കനാട് യൂണിറ്റിലുള്ള. പിന്നെ റീസെൻ്റ്ലി ഒരു ഡിമെൻഷ്യ ഹോമും കൂടെ സ്റ്റാർട്ട് ചെയ്തു. അത് ഡിമെൻഷ്യ, അൽഷൈമേഴ്സ്, മെമ്മറി ലോസ്, മറവി രോഗമുള്ളവർ. നമ്മൾ അവരാരാന്ന് തന്നെ ചിലപ്പോൾ ഓർക്കുന്നുണ്ടാവില്ല, സ്വന്തക്കാരെ വേണ്ടപ്പെട്ട മക്കളെ പോലും തിരിച്ചറിയില്ല, അല്ലെ ഭാര്യയെ പോലും തിരിച്ചറിയുന്നില്ല. അങ്ങനെ ഉള്ള ആൾക്കാർ. അപ്പോൾ അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചുമ്മാ വാണ്ടർ ചെയ്ത് ഇങ്ങനെ നടക്കും, അതിലെല്ലാം കയറി നടക്കും, കാണുന്ന കട്ടിലൊക്കെ കയറി ചിലപ്പോൾ കിടന്നിരിക്കും. അവർക്ക് സ്ഥലകാല ബോധമോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവരെ മാനേജ് ചെയ്യണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഇത് വേണമല്ലോ എന്ന് ഓർത്തിട്ടാണ് അങ്ങനെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഡിമെൻഷ്യ ഹോം. ഒന്ന് ക്ലാസിഫൈ ചെയ്തു എന്ന് മാത്രം. കാര്യം തീർത്തും വയ്യാത്തവർ ഒരു സ്ഥലത്ത്, അപ്പോൾ അവിടെ കുറച്ചുകൂടെ ട്രെയിൻഡ് ആയിട്ടും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള നഴ്സസ് ആയിരിക്കും. ഓരോരുത്തർക്കും ഡിഫറെന്റ് സ്കിൽ സെറ്റ്സ് ആ വേണ്ടത്. ഒരു സ്ഥലത്ത് നമ്മൾ എത്ര പേരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട്? ആവറേജ് 80 ആൾക്കാരാണ് ഓരോ യൂണിറ്റിലും ഉള്ളത്, കപ്പാസിറ്റി ഉള്ളത്. ഇപ്പം പുതിയ യൂണിറ്റും കൂടെ തുടങ്ങിയോണ്ടാണ് ഇത്രയും കപ്പാസിറ്റി വന്നത്. നേരത്തെ ഒരു 160, 170 പേരൊക്കെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ ഇതിലേക്ക് ജോയിൻ ചെയ്യണം എന്നുള്ള സമയത്ത്, ജോയിൻ ചെയ്യാന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും കേൾക്കുമ്പോൾ പ്രേക്ഷകരിക്കുന്നത് എന്താ, ജോലി വല്ലതുമാണോ? പക്ഷേ ജോലിയേക്കാൾ ഉപരിയാണ് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഇങ്ങനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്ഥാപനം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സമാധാനമായിട്ട് താമസിക്കാൻ ഒരു ഏരിയ ഉള്ളത് നല്ല കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്യണം, അങ്ങനെ ജോയിൻ ചെയ്യണം എന്നുള്ളവർക്ക് എന്തെല്ലാം ഇപ്പോൾ സാറ് നോക്കുമ്പോൾ ഇവർക്ക് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇവിടെ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെ എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ? അങ്ങനെയില്ല. അതായത് ഏതെങ്കിലും തരത്തിൽ അവർക്കൊരു അസിസ്റ്റൻസ് വേണ്ടവർക്കാണ് അത് സൂട്ടബിൾ ആവുക. അപ്പം എന്നെ കൊണ്ട് തന്നെ ബാത്റൂമിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, അല്ലെ എന്നെ കൊണ്ട് തന്നെ എൻ്റെ മരുന്നുകൾ എടുത്ത് കഴിക്കാനോ അല്ലെ എനിക്ക് നടക്കാനോ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിലുള്ളവരെയാണ് കൂടുതൽ എൻകറേജ് ചെയ്യുക. ബട്ട് എങ്കിലും ചിലർ വരും, ഇപ്പോൾ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, മക്കളൊക്കെ വിദേശത്താണ്, അമ്മയ്ക്ക് ചെറിയ മറവിയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പം പല കാര്യങ്ങൾ മറന്നു പോകുന്നു. അപ്പം അങ്ങനെ വലിയ കുഴപ്പങ്ങളില്ല. ബട്ട് ഓൺ ആൻഡ് ഓഫ് ചെറിയൊരു ഡിപ്രഷനോ അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്. അല്ലാതെ പെർഫെക്റ്റ് എന്ന് പറഞ്ഞു വരാൻ പറ്റുന്ന ആരും തന്നെ ഇല്ല. ഡിപ്പെൻഡൻസ് കൊണ്ടാക്കുക അല്ലാതെ സ്വയമായിട്ട് വന്നിട്ട് പറയാറുണ്ട് അങ്ങനെ വരുന്നത് കൂടുതലും ഞങ്ങൾക്കൊരു വയോജൻ എന്ന് പറഞ്ഞൊരു മെമ്പർഷിപ്പ് പ്രോഗ്രാം ഉണ്ട്. അതിലേക്കാണ് കൂടുതലും അവരവർ വരുന്നത്. അല്ലാതെ അഡ്മിഷൻസിന് വരുന്ന കൂടുതലും മക്കളായിരിക്കും. അവർ ആ സ്റ്റേജ് കഴിഞ്ഞു പോയിട്ടുണ്ടാവും, സമയത്തിന് തീരുമാനങ്ങൾ എടുത്തിട്ടില്ല, ഇപ്പൊ വയ്യാണ്ടായി ആശുപത്രിയിലായിരിക്കും, അല്ലെങ്കിൽ വീടുകളിൽ ഒറ്റയ്ക്കായി, ഓർമ്മ പോയി, അങ്ങനെയൊക്കെയുള്ള സ്റ്റേജിൽ എത്തുമ്പോഴാണ് മക്കൾ വരുന്നത്. അവരവർ തന്നെ പ്ലാൻ ചെയ്ത് വരുന്നത് കൂടുതലും മെമ്പർഷിപ്പ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അതൊരു എൻഡ് ഓഫ് ലൈഫ് കെയർ പ്ലാൻ. അതായത് അവരവർക്ക് വേണ്ടി തന്നെ ഒരു മുൻകരുതൽ എടുത്തു വെക്കുന്നു. എൻ്റെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ നടക്കണം. അത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. കാര്യം അവസാന സമയങ്ങൾ വരുമ്പം യു ആൻഡ് ഐ ഡോണ്ട് ഗെറ്റ് ടു ഡിസൈഡ് ഫോർ ourselves. ഇറ്റ് ഇസ് others who would decide for us. അത് ഇൻവേരിയബിൾ ഒരു വൈകാരിക തീരുമാനമാണ്. പ്രായോഗികത കുറവായിരിക്കും, പ്രാക്ടിക്കൽ ആയിരിക്കുകയില്ല. നാട്ടുകാരെയും വീട്ടുകാരെയും ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ ആശുപത്രിയിൽ കൊണ്ടുപോയി ഒരുപാട് പൈസ സ്പെൻഡ് ചെയ്യുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നീട്ടിക്കൊടുക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ ദുരിതമാണ്. അല്ലാതെ നല്ല ഒരായുസോ നല്ല സമയമൊന്നും അല്ല നീട്ടിക്കൊടുക്കുന്നത്. അങ്ങനെ ആർക്കും താല്പര്യവും ഇല്ല. ഇപ്പം ഞാൻ പറയുന്നത് ഒന്നിനും കൊള്ളത്തില്ല. 6 മാസം അങ്ങനെ കഷ്ടപ്പെട്ടും ദുരിതം അനുഭവിച്ചും ജീവിക്കുന്നതിലും ഭേദം 6 മാസം മുന്നേ മരിച്ചു പോയിരുന്നെങ്കിൽ അത്രയും കുറച്ച് ദുരിതം അനുഭവിച്ചാൽ മതിയായിരുന്നു, അത്രയും കുറച്ച് സാമ്പത്തിക ബാധ്യതയെ വരുവുള്ളായിരുന്നു. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ആ സമയമാകുമ്പം ഒരു റാഷണൽ കോഷ്യന്റ് നമ്മൾ ഡിസിഷൻസിൽ ഇല്ലാണ്ട് പോകും. അപ്പം ഈ ഒരു സിഗ്നേച്ചർ ഏജ്ഡ് കെയറിൽ നമ്മൾ ഇത്രയും ആളുകളുണ്ട്, ഇത്രയും ആളുകൾ ഇപ്പം സാറ് പറഞ്ഞ പോലെ കുറേ ആളുകൾ നമ്മുടെ സർവീസ് എടുക്കുന്നുണ്ട്. അപ്പം ഒരു വല്ലാത്തൊരു വൈകാരിക ബന്ധം തന്നെ അവർ തമ്മിൽ ഉണ്ടായിരിക്കണം. അപ്പം അവിടെ താമസിക്കുന്ന ആൾക്കാർക്കായാലും അല്ലെങ്കിൽ സാറിനായാലും സ്റ്റാഫിനായാലും അപ്പം അങ്ങനത്തെ ഒരു ബോണ്ടിങ് തീർച്ചയായിട്ടും ഉണ്ടാവുമായിരിക്കുമല്ലോ. തീർച്ചയായിട്ടും. കാര്യം ഞങ്ങൾ അവിടെ എല്ലാവരും അപ്പ അമ്മ എന്നേ വിളിക്കുകയുള്ളൂ. ഓരോരുത്തരുടെയും ഇതനുസരിച്ച് ഉമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്, ഉപ്പമാരുണ്ട്, അങ്ങനെ എല്ലാ ഇതും ഉണ്ട്. അപ്പച്ചന്മാരുണ്ട്, അമ്മച്ചിമാരുണ്ട്, എല്ലാ മതസ്ഥരായിട്ടുള്ളവരും ഉണ്ട്. എല്ലാവരെയും അവരുടെ നിക് നെയിമും ഒക്കെ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ പേര് സാറാമ്മ എന്നാണ് ചിലപ്പോൾ വീട്ടിൽ വിളിക്കുന്ന അമ്മിണി എന്നായിരിക്കും. അപ്പം അമ്മിണി എന്ന് വിളിക്കുമ്പം അമ്മിണിക്ക് കിട്ടുന്ന സന്തോഷം വേറെയാണ് പറയുന്നത്, മനസ്സിലാവുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരെയും മനസ്സിലാക്കി അവരെ അതനുസരിച്ചാണ് സ്വന്തം ഫാമിലിയായിട്ട് കണ്ടത് ചെയ്യുന്നത്. പിന്നെ മോർ ദാൻ എനിത്തിങ് ഞങ്ങളുടെ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നഴ്സിംഗ് പഠിച്ചവരായതുകൊണ്ട്
എല്ലാവരും പഠിച്ചുകൊണ്ട് എമ്പതി വരണമെന്നില്ല. അപ്പം ഞാൻ പറയുന്നത് വർഷങ്ങളായിട്ട് ഊതിക്കാച്ചി കിട്ടിയേക്കുന്ന ഒരു ടീമാണ്. അത് ഒരു ശകലമെങ്കിലും എമ്പതി ഇല്ലാത്തവരാണെങ്കിൽ നിർത്തി ഞങ്ങൾ വെച്ചോണ്ടിരിക്കുകയല്ല. ഇത് രണ്ടുവാ. എമ്പതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ കണ്ണിലൂടെ കാണാൻ പറ്റണം. ഞാൻ കിടപ്പാണ്, എനിക്ക് ശകലം വെള്ളം കുടിക്കണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. ഞാൻ എന്തെങ്കിലും ഒച്ചയോ ഒക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം അത് ഈ നഴ്സിംഗ് പഠിക്കുമ്പോൾ അവർക്ക് എമ്പതിയെക്കുറിച്ച് പഠിക്കാനുണ്ട്. അതുകൊണ്ട് കുറച്ച് ക്വാളിഫൈഡ് ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ അതൊന്നും ഈ പറയുന്ന പഠിച്ചതെന്ന് പറഞ്ഞ് ഓർത്തിട്ട് എമ്പതി കിട്ടണമെന്ന് കാണിക്കണമെന്നൊന്നുമില്ല. ബട്ട് എന്നാലും അവിടെ ഞാൻ മുതൽ എല്ലാവരും താഴോട്ട് എല്ലാവരും അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് അതൊരു കൾച്ചറായി മാറി.